നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതായത് നമ്മുടെ ഈ ലോകത്ത് കാണുന്ന ജീവജാലങ്ങളെല്ലാം എങ്ങനെ നമ്മുടെ ഭൂമിയിൽ വന്നു? നമ്മുടെ ഈ ചെറിയ ലോകത്ത് ഒരുപാട് തരത്തിലുള്ള ജീവജാലങ്ങൾ കണ്ടുവരുന്നുണ്ട്. ചിലതൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഭയങ്കര അമേസിംഗ് ആയിട്ടുള്ള ബയോളജിക്കൽ സ്ട്രക്ചേഴ്സ് തന്നെയാണെന്ന് പറയാം. ഭൂമിയിൽ എങ്ങനെയാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എന്നതിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് സെഞ്ചുറികളായിട്ട് ഇങ്ങനെ ആലോചിച്ച് വരുന്നുണ്ട്. അതായത് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു കറക്റ്റ് ഐഡിയ നമുക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സെയിം ടോപ്പിക്കിനെ പറ്റിയിട്ട് ലോകമെമ്പാടും കണ്ടുവരുന്ന സയന്റിസ്റ്റുമാർക്കിടയിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മുടെ ഭൂമിയിൽ കണ്ടുവരുന്ന ജീവജാലങ്ങളെല്ലാം നമ്മുടെ ഭൂമിയിൽ നിന്ന് അല്ല ഒറിജിനേറ്റ് ചെയ്തതെന്നുള്ള തിയറിയാണ്. അതായത് പണ്ടൊരിക്കൽ നമ്മുടെ ഭൂമിയിലേക്ക് ഒരു ഉൽക്ക വന്ന് വീഴുകയും ആ ഉൽക്കയുടെ അത് ഭയങ്കരമായിട്ട് പ്രിസർവ് ചെയ്യപ്പെട്ട സിംഗിൾ സെൽ ഓർഗാനിസംസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഈ ഉൽക്ക നമ്മുടെ ഭൂമിയിൽ വന്ന് വീഴുകയും ഈ ഓർഗാനിസംസ് നമ്മുടെ ഭൂമിയിൽ പ്രവേശിക്കുകയും ഇതാണ് നമ്മുടെ ഭൂമിയിൽ കണ്ടുവരുന്ന ജീവജാലങ്ങളുടെ എല്ലാം സ്റ്റാർട്ടിങ് എന്നൊരു തിയറി പറയുന്നുണ്ട്. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയിൽ എങ്ങനെയാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തതിനെ പറ്റി നമുക്ക് യാതൊരു ഐഡിയ. പക്ഷേ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു ദിവസം നമ്മുടെ ഭൂമി ഹാബിറ്റബിൾ അല്ലാണ്ടാവും. അതായത് നമ്മുടെ ഭൂമിയിൽ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ എത്തും. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ സൂര്യൻ ഏകദേശം 1/10 മില്ലിമീറ്റർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ മുമ്പിലോട്ട് പോകുമ്പോൾ നമ്മുടെ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം കുറഞ്ഞു വരും. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടുകയും നമ്മുടെ ഭൂമിയിൽ കണ്ടുവരുന്ന വെള്ളം ചൂടായിട്ട് അത് ആവിയായി പോകാനും ചാൻസ് ഉണ്ട്. ഈ ഒരു സിറ്റുവേഷൻ എത്രയും മുമ്പേ തന്നെ നമ്മുടെ ഭൂമിയിലുള്ള മിക്ക ഓർഗാനിസംസും ഇല്ലാണ്ടായിട്ടുണ്ടാവും. വളരെ ചുരുക്കം മൈക്രോബിയൽ ഓർഗാനിസംസിനും ചില ബാക്ടീരിയാസിന് മാത്രമാണ് ഇത്തരം ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യാൻ കഴിയുന്നത്. ഇത് മാത്രമല്ല, വേറൊരു സംഭവം കൂടിയുണ്ട്. നമ്മുടെ ഭൂമിയിൽ കണ്ടുവരുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഇങ്ങനെ കൂടി വരികയാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിന് ഒരു കുഴപ്പമുണ്ട്. അതായത് സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ചൂട് നമ്മുടെ ഭൂമിയിൽ തന്നെ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് വെക്കും. അതായത് ഭൂമിയുടെ പുറത്തേക്ക് വീടാണ്ട് നമ്മുടെ ഭൂമിയുടെ അകത്ത് തന്നെ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് വെക്കും. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്ന തോറും നമ്മുടെ ഭൂമിയിലത്തെ ടെമ്പറേച്ചർ പയ്യെ കൂടി വരും. അങ്ങനെ പറഞ്ഞ പോലെ നമ്മുടെ ഭൂമി പയ്യെ ഇൻഹാബിറ്റബിൾ ആയിട്ട് മാറും. അതായത് ബയോളജിക്കൽ സ്പീഷീസിന് നമ്മുടെ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ അറിയാണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാന്ന് പറയാം. നമ്മുടെ ഭൂമിയിൽ കണ്ടുവരുന്ന ഡോമിനന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് നമ്മൾ. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ തന്നെ നമുക്ക് നാശമാവാനും ചാൻസ് ഉണ്ട്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ സ്പീഷീസിനും ഒരു ദിവസം പണി കിട്ടും. ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു സർവേ നടത്തിയായിരുന്നു. വേറെ ഒന്നല്ല, ഞാൻ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു, അതായത് നമ്മുടെ ഭൂമി ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയൊരു പ്ലാനറ്റ് ആണോ, അതായത് നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ പറ്റിയൊരു പ്ലാനറ്റ് ആണോ എന്നായിരുന്നു എന്റെ ചോദ്യം. ഇവിടെ സർപ്രൈസസ് ഒന്നുമില്ല. എല്ലാവരും തന്നെ പറഞ്ഞത് നമ്മുടെ ഭൂമി ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയൊരു പ്ലാനറ്റ് ആണെന്നാണ്. അതിൽ ചിലവർ ഫിനാൻഷ്യലി കണക്ട് ചെയ്ത് പറഞ്ഞായിരുന്നു. പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവരെല്ലാവരും തന്നെ പറഞ്ഞത് നമ്മുടെ ഭൂമി ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയ പ്ലാനറ്റ് ആണെന്നാണ്. പക്ഷെ ഞാനൊരു സത്യാവസ്ഥ പറഞ്ഞു തരട്ടെ. നമ്മുടെ ഭൂമിയിൽ ഒരുപാട് സ്പീഷീസ് കണ്ടുവരുന്നുണ്ട്. അതായത് ചെറിയ ഉറുമ്പുകൾ തൊട്ട് ചെടികൾ തൊട്ട് അങ്ങനെ ഒരുപാട് സ്പീഷീസ് നമ്മുടെ ഭൂമിയിൽ കണ്ടുവരുന്നുണ്ട്. ഈ ഓരോ സ്പീഷീസും ഒരുപാട് സ്ട്രഗിളിലൂടെ സർവൈവ് ചെയ്ത് ഏകദേശം 100-1000 വർഷങ്ങൾ കൊണ്ട് ഇവോൾവ് ആയി വന്നിട്ടുള്ള സ്പീഷീസ് ആണ്. പക്ഷെ ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പറഞ്ഞ സ്പീഷീസിലത്തെ 99.9% സ്പീഷീസ് നമ്മുടെ ഭൂമിയിൽ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അതായത് നമ്മുടെ ഭൂമിയിൽ കഷ്ടപ്പെട്ട് ഏകദേശം 100-1000 വർഷങ്ങൾ കൊണ്ട് ഇവോൾവ് ആയിട്ട് വന്ന സ്പീഷീസ് നമ്മുടെ ഭൂമിയിൽ ഇപ്പൊ എക്സ്റ്റിങ്ക്ട് ആയിപ്പോയി എന്നാണ് അർത്ഥം. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, നമ്മുടെ ഭൂമി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയൊരു പ്ലാനറ്റ് ആണോ അല്ലയോ? അപ്പൊ നിങ്ങൾ വിചാരിച്ചു വെച്ചിരുന്ന ആൻസേഴ്സ് ഒന്ന് റീതിങ്ക് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഭൂമിയിലത്തെ ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് നമ്മൾ. അതായത് ഫുഡ് ചെയിനിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു സ്പീഷീസ് ആണ് നമ്മൾ. അതുകൊണ്ട് തന്നെ മെജോറിറ്റി കേസസിലും മറ്റുള്ള ജീവജാലങ്ങൾ നമുക്കൊരു പ്രശ്നമായിട്ട് ഇവിടെ വരുന്നില്ല. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം, അതായത് പുലിയും കടുവയും കരടിയൊക്കെ നമ്മളെയൊക്കെ ആക്രമിക്കുന്നില്ലേ? അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റഡീസ് ഈ ഒരു സെയിം ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഈ ഭൂമിയിൽ കണ്ടുവരുന്ന എല്ലാ ആനിമൽസും, അത് ആനയായിക്കോട്ടെ, കടുവയായിക്കോട്ടെ, പുലിയായിക്കോട്ടെ, ഏത് സ്പീഷീസും നമ്മൾ ഹ്യൂമൻസിനെ കാണുമ്പോൾ ഒന്ന് ഭയക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു സ്പീഷീസ് അതിന്റെ മുകളിലുള്ള സ്പീഷീസിന്റെ ഫുഡായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ സർവൈവ് ചെയ്തിട്ടാണ് നമ്മുടെ ഭൂമിയിൽ കണ്ടുവരുന്ന എല്ലാ സ്പീഷീസും ജീവിച്ചു വരുന്നത്. പക്ഷേ നമ്മളൊരു ഒരു ഡോമിനന്റ് ആയിട്ടുള്ള വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും. ഇവിടെ വേറൊരു കോമഡി എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എന്താണ് ഏതാണെന്നൊന്നും അറിയാണ്ട് നമ്മൾ ഏകദേശം 100ഓളം വർഷങ്ങളായിട്ട് നമ്മുടെ സ്പേസിലേക്ക് ഇങ്ങനെ റേഡിയോ സിഗ്നൽസ് അയക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഭൂമിയിൽ ലൈഫ് ഉണ്ടെന്നുള്ള ഒരു കാര്യം റേഡിയോ സിഗ്നൽസിലൂടെ നമ്മുടെ ഇൻഡസ്ട്രിയൽ മൊത്തം ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്പേസ് എന്നുള്ളൊരു കൊടുങ്കാട്ടിൽ എന്തൊക്കെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാണ്ടാണ് നമ്മൾ ഇത്ര നാളും നമ്മൾ ഈ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സിഗ്നലൊക്കെ കിട്ടി ഒരു ഗജഗംഭീര അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ സിവിലൈസേഷൻ നമ്മുടെ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഹ്യൂമൻ സിവിലൈസേഷൻ അവരേലും ഭയങ്കര ഇൻഫീരിയർ ആയിട്ടുള്ള
ഒരു സിവിലൈസേഷൻ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞു നമ്മുടെയൊക്കെ ഫ്യൂച്ചർ അവരുടെ കൈകളിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒരു എക്സാമ്പിളായിട്ട് അവർ നമ്മുടെ ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ നമ്മുടെ ഭൂമിയിൽ ഒരുപാട് റിസോഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ വിചാരിക്കുകയാണ് നമ്മുടെ ഭൂമിയിൽ കണ്ടുവരുന്ന എല്ലാ സ്പീഷീസിനെ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ഭൂമിയിലെ കയ്യേറാൻ തക്ക ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അവർ യൂട്ടിലൈസ് ചെയ്തിരിക്കും. കാരണം നമ്മൾ ഇതുവരെയായിട്ട് കണ്ടുപിടിച്ചേക്കുന്ന ഒട്ടുമിക്ക ഹാബിറ്റബിൾ സോണിൽ കണ്ടുവരുന്ന പ്ലാനറ്റ്സ് ഒക്കെ ഹൈസിയൻ പ്ലാനറ്റ്സ് ആണ്, അതായത് ഓഷ്യൻ പ്ലാനറ്റ്സ് ആണ്. അതായത് ആ പ്ലാനറ്റ് മുഴുവനും മാസീവ് ആയിട്ടുള്ള കടൽ നിറഞ്ഞിട്ടുള്ള പ്ലാനറ്റ്സ് ആണ്. അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പായി, നമ്മുടെ ഭൂമിയിൽ ഒരിക്കലും നമുക്ക് ഒരുപാട് കാലത്തോളം സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ഭയങ്കര ചോദ്യമുണ്ട്, അതായത് നമ്മുടെ ഹ്യൂമാനിറ്റിയുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? അതായത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരുപാട് ടെക്നോളജിയും ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ട് പയ്യെ പ്രോഗ്രസ് ചെയ്ത് പോകുന്ന ഒരു ഹ്യൂമൻ സിവിലൈസേഷൻ ആണോ, അതോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള എവല്യൂഷണറി സ്റ്റെപ്പ് നമ്മുടെ ഫ്യൂച്ചറിൽ ഉണ്ടാവും? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരു ടേമാണ് AI. നമ്മുടെ കേരളത്തിൽ മുഴുവനും കണ്ടുവരുന്ന AI ക്യാമറാസ് മുതൽ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺസിന്റെ അകത്ത് വരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പോലും അറിയാണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വേറൊരു ഫാസിനേറ്റിംഗ് സംഭവം എന്താ വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഗ്രോത്ത് തന്നെയാണ്. അതായത് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ട AI അല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതായത് ജസ്റ്റ് ഒരു വർഷം കൊണ്ട് AIക്ക് ഉണ്ടായ ഗ്രോത്ത് ഭയങ്കര എക്സ്പോണൻഷ്യലാണ്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇംപ്രസീവായിട്ട് തോന്നിയത് ജനറേറ്റീവ് AI ആണ്. അതിൽ ടെക്സ്റ്റ് ടു ഇമേജ് പ്രോസസ്സിംഗ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇംപ്രസീവായിട്ട് തോന്നിയിരിക്കുന്നത്. എൻ്റെ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഞാൻ ഒരുപാട് ഇമേജസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എനിക്കിപ്പോൾ ഒരു ആന മരുഭൂമിയുടെ നടുക്ക് ഒരു ഡൈനോസറായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സീൻ വേണമെന്ന് വെച്ചു. ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്, പക്ഷെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് Canva Pro ആണ്. അപ്പോൾ എനിക്ക് എത്തരത്തിലുള്ള ഇമേജാണ് വേണ്ടത് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. വിത്തിൻ സെക്കൻഡ്സ് ഒരുപാട് ഇമേജ് ഓപ്ഷൻസ് എനിക്ക് ഇവർ സജസ്റ്റ് ചെയ്തു. ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതായത് ഞാൻ എന്താണ് ഇമാജിൻ ചെയ്യുന്നത് അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു വിഷ്വൽ എനിക്ക് എൻ്റെ വ്യൂവേഴ്സിനെ കാണിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ജനറേറ്റേഴ്സ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. വേറൊരു സംഭവം എന്താ വെച്ചാൽ ഇമേജ് ജനറേഷൻ മാത്രമല്ല, വീഡിയോ ജനറേഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് ടെക്സ്റ്റ് ടു വീഡിയോ ജനറേഷൻ വരെ ഇപ്പോൾ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളർന്ന് ഒരു 100, 200, 300 വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ കോൺഷ്യസ്നെസ്, അതായത് ഞാനും നിങ്ങളും എന്നുള്ള ഒരു കോൺഷ്യസ്നെസ് ഡിജിറ്റലി റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഡിജിറ്റൽ ക്ലോണിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് എൻ്റെ ഒരു ഡിജിറ്റൽ രൂപത്തിന് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചുരുക്കത്തിൽ പറഞ്ഞാൽ എൻ്റെ ആ ഒരു ഡിജിറ്റൽ ക്ലോൺ തിങ്ക് ചെയ്യുന്നതും ചിന്തിക്കുന്നതും അതിൻ്റെ സ്വഭാവവും കാര്യങ്ങളെല്ലാം എൻ്റെ തന്നെയായിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ എൻ്റെ കോൺഷ്യസ്നെസ്സിൻ്റെ 1:1 കോപ്പി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഭൂമിയിൽ കണ്ടുവരുന്ന എല്ലാവരുടെ കോൺഷ്യസ്നെസ് ഡിജിറ്റലി റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് എത്തിയെന്ന് വിചാരിക്കുക. ഇങ്ങനൊരു സിറ്റുവേഷനിൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കി. അതായത് ഒരു ബയോളജിക്കൽ ഹ്യൂമൻ സിവിലൈസേഷൻ നമ്മുടെ ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു ഡിജിറ്റൽ ഹ്യൂമൻ സിവിലൈസേഷനും നമ്മുടെ ഭൂമിയിൽ തന്നെ ഉണ്ടാവും. മിക്കവാറും ഈ രണ്ട് സിവിലൈസേഷനും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ഒരു ഡിജിറ്റൽ ക്ലോൺ ഉണ്ടാക്കിയെന്ന് വെച്ചോ. അതിനുശേഷം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ക്ലോൺ ഉണ്ടാക്കിയതിന് ശേഷം എൻ്റെ ലൈഫിൽ നടന്നു. അതുപോലെ തന്നെ എൻ്റെ ഈ ഡിജിറ്റൽ ക്ലോണും വേറെ ഒരുപാട് രീതിയിലുള്ള എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാനും എൻ്റെ ഈ ഡിജിറ്റൽ ക്ലോണും ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സെയിം തിങ്കിങ്ങും സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ സെപ്പറേറ്റ് കോൺഷ്യസ്നെസ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ ഒരു സിറ്റുവേഷൻ പ്രോഗ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ഒരു ഹ്യൂമൻ സിവിലൈസേഷൻ ഉണ്ടാവും, ഒരു പ്യുവർലി ഡിജിറ്റൽ സിവിലൈസേഷൻ ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിജിറ്റൽ സിവിലൈസേഷനെ പറ്റിയിട്ടൊന്ന് മെൻഷൻ ചെയ്തായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാനുള്ള ടെൻഡൻസിയാണ് ഞാനിവിടെ പറഞ്ഞത്. അതിന് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ഭൂമിയുടെ ടെമ്പറേച്ചർ ഇങ്ങനെ പയ്യെ കൂടി വരും. നമ്മുടെ ഭൂമി ഇൻഹാബിറ്റബിൾ ആയെന്ന് വെച്ചോ, നമ്മുടെ ഭൂമിയിൽ കണ്ടുവരുന്ന സ്പീഷീസ് ഒക്കെ ഇല്ലാണ്ടായാലും ഇവിടെ സർവൈവ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഡിജിറ്റൽ കോൺഷ്യസ്നെസ് ആയിരിക്കും. അതായത് ഡിജിറ്റൽ സിവിലൈസേഷൻ ആയിരിക്കും ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1-2 കാര്യങ്ങൾ ചോദിക്കാം. അതായത് നമ്മുടെ ഭൂമിനെ വിട്ട് വേറൊരു പ്ലാനറ്റിനെ തേടി പോകില്ല. അതായത് നമ്മുടെ ഭൂമി എന്തായാലും ഒരു ദിവസം ഇൻഹാബിറ്റബിൾ ആവുന്ന നമുക്ക് എല്ലാവർക്കും ഇപ്പോഴേ അറിയാം. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ മാർസിലേക്ക് കോളനൈസ് ചെയ്യാൻ നോക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അത് 100% സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതുകൂടാതെ നിങ്ങൾക്ക് വേറൊരു കാര്യം ചോദിക്കാം. ഈ ഡിജിറ്റൽ സിവിലൈസേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു പവർ സോഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും. അതായത് അതിന്റെ പവർ സോഴ്സ് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സിവിലൈസേഷൻ എൻറ്റയർലി വാനിഷ് ആയി പോലെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. എന്തായാലും ഫ്യൂച്ചറിൽ നമ്മുടെ സെൽഫ് സസ്റ്റൈനിങ് പവർ സോഴ്സസ് കണ്ടുപിടിക്കുന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതായത് ഇപ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം.
നിങ്ങൾ ന്യൂസൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ന്യൂക്ലിയർ ബാറ്ററിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടോ? അതായത് ജനറലി പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ അകത്തിരിക്കുന്ന ബാറ്ററി ഒരിക്കലും ചാർജ് ചെയ്യേണ്ടാത്തൊരു അവസ്ഥയെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഈ ബാറ്ററി വർക്ക് ചെയ്യുന്നത് ന്യൂക്ലിയർ ഡീക്കേയിലൂടെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ റേഡിയോ ആക്റ്റീവ് എലമെന്റിന്റെ ഹാഫ് ലൈഫ് എത്തുന്നവരെ നമുക്ക് ആ ബാറ്ററി ഉപയോഗിക്കാൻ പറ്റും. അതായത് ചില എലമെന്റ്സിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 10 വർഷം, 20 വർഷം, 36 വർഷമൊക്കെയാണ്. ഇത് ജസ്റ്റ് ബിഗിനിങ് സ്റ്റേജസ് മാത്രമാണ്. ഇനി ഫ്യൂച്ചർ അഡ്വാൻസ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നമ്മൾ എന്തായാലും ഒരു സെൽഫ് സസ്റ്റൈനിങ് പവർ സോഴ്സ് കണ്ടുപിടിക്കും എന്നതിനെ പറ്റി എനിക്ക് 100% ഉറപ്പുണ്ട്. മിക്കവാറും നമ്മുടെ ലൈഫ് ടൈമിൽ തന്നെ ഒരിക്കലും ചാർജ് ചെയ്യേണ്ടി വരില്ലാത്ത സ്മാർട്ട് ഫോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അറ്റ്ലീസ്റ്റ് അടുത്ത 20 വർഷത്തിനുള്ളിൽ ഈ തരത്തിലുള്ള ടെക്നോളജി നമ്മുടെ മാർക്കറ്റിൽ എന്തായാലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ കമൻസിലൂടെ ചോദിച്ച് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാൻ ഈ ഒരൊറ്റ വീഡിയോയിൽ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഭൂമിയെ പറ്റിയിട്ട്, ഡിജിറ്റൽ സിവിലൈസേഷനെ പറ്റിയിട്ട്, നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് കമൻസിലേക്ക് ഇട്ടിട്ടുണ്ട്. മിക്കവാറും നമ്മൾ ഇനി അടുത്തത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് പിരമിഡ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സിൻസിയർ ആയിട്ടുള്ള ഡൗട്ട്സോ സജഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്യൂച്ചർ വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയൊക്കെ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം.